എന്താണ് സത്യത്തിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ? നമ്മളുടെ ഇപ്പോൾ നിൽക്കുന്ന ഉയർച്ചയും നമ്മളുടെ ഉള്ളിലുള്ള വളർച്ചയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സത്യത്തിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ്, അതായത് ഇപ്പോൾ നമ്മൾ ഉയർന്നാണ് നിൽക്കുന്നത് അങ്ങനെ അല്ല, നമ്മളെടുത്ത് സർട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ വളർന്നു, പക്ഷെ ഉള്ളിൽ എന്ത് വളർന്നു, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. അതായത് അപ്പൊ നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മളിപ്പോഴും പഴയ റൂട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധനമാണ്, ഗ്രാഫാണ് നമ്മൾ ഈ വരച്ചത് അല്ലെ. പിന്നെ ഹൗ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇത് എന്ത് പറഞ്ഞു, ഇതും കൂടെ പറഞ്ഞു, വാട്ടിൽ നമ്മൾ പറഞ്ഞു, ഇതും കൂടെ നമ്മൾ പറഞ്ഞു, മൈൻഡ്, ബോഡി, ബ്രെയിൻ, ഈ മൂന്ന് സാധനങ്ങളും കൂടി അലൈൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് സത്യത്തിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഹൗ, എങ്ങനെ ഇതിനെ നമുക്ക് ബിൽഡ് ചെയ്യാം എന്നാണ് ഈ പറഞ്ഞ സാധനം. ഹൗ എന്നുള്ളതിൽ ഒരു പാർട്ടും കൂടി ഞാൻ പറഞ്ഞു. 5 കീ പോയിന്റ്സ് ആണ് ഇതിനുള്ളത്. അതിൽ ഒന്നെന്താണ്, മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്, ഇമോഷണൽ കൺട്രോൾ ആണ്, ഇമോഷണൽ കൺട്രോൾസ് ആണ്, പിന്നെ എന്താ പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് ആണ്, സെൽഫ് അവയർനെസ് ആണ്, ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ 5 കാര്യങ്ങളാണ് ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, ഷിഫ്റ്റിംഗ് ആണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ ഷിഫ്റ്റിംഗ് ആണ് മൈൻഡ് സെറ്റിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന് പറഞ്ഞു നമ്മൾ എന്താ വെച്ചാൽ, എനിക്ക് കഴിയൂല, ഐ കനോട്ട് എന്നുള്ളതിൽ നിന്ന് ഐ ക്യാൻ ടു ലേൺ ആൻഡ് ഗ്രോ, ഞാൻ എന്ത് ചെയ്യും, പഠിച്ചിട്ട് വളരും എന്നുള്ള രീതിയിലേക്ക് മാറണം. എനിക്ക് കഴിയില്ല എന്നുള്ളതിന് പകരം, എനിക്കൊരിക്കലും കഴിയില്ല, സാധിക്കില്ല എന്നുള്ളതിന് പകരം എന്തിലേക്ക് മാറണം, എനിക്ക് പഠിച്ചിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതിലേക്ക് മാറണം. ഇതൊക്കെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്, മൈൻഡ് സെറ്റ് മാറ്റാനുള്ള സാധനമാണ്. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, നമുക്കുണ്ടായ പരാജയങ്ങളെ, ഫെയിലിയറിനെ, ഇതൊരിക്കലും ഒരു എൻഡല്ല, ഇതൊരു അവസാനമല്ല, ഇത് എനിക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകണം. ഇതാണ് മെയിൻലി മൈൻഡ് സെറ്റ്, ചിന്താഗതിനെ മാറ്റാനുള്ള 3 കാര്യങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു.